ഏഴ് ആകാശങ്ങളും ആകാശത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും ഏഴ് ഭൂമികളും ഏഴ് ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ചു. മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും അങ്ങ് വെച്ചാൽ ലമാലത്തി ബിഹിന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെയിറ്റ് കൊണ്ട് ഇത് മുഴുവനും അങ്ങ് ചെരിഞ്ഞു പോകും കേട്ടോ. അതങ്ങ് പൊങ്ങിപ്പോകും, ഇതങ്ങട്ട് താഴ്ന്നു പോകും. അങ്ങനെയുള്ള ദിക്റാണേ മൂസാ നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അത് ധാരാളം ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ, ധാരാളം ചൊല്ലിക്കോ മുഅ്മിനാത്തുകളെ. അത് മയ്യിത്ത് കൊണ്ടുപോകുമ്പോഴും ചൊല്ലിക്കോ, മയ്യിത്തിന്റെ സമീപത്തും ചൊല്ലിക്കോ, നിങ്ങൾ എവിടെയും ചൊല്ലിക്കോ. അതൊരു വല്ലാത്ത ദിക്ർ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മനുഷ്യന്റെ ത്രാസിൽ തൂക്കം കിട്ടുന്നവൻ വിജയം കൈവരിച്ചു, അല്ലാത്തവൻ പരാജയം സംഭവിച്ചു. അല്ലാഹ് പറയുന്നു ഫമൻ ഖഫ്ഫത് മവാസീനുഹു, മനുഷ്യന്റെ തിന്മയുടെ ത്രാസ് അതാണ് തൂങ്ങുന്നതെങ്കിൽ, അവന്റെ നന്മ തൂക്കം കുറവാണെങ്കിൽ ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും, അവരാണ് സ്വന്തം ശരീരങ്ങളെ നഷ്ടപ്പെടുത്തിയവർ. ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ കാലകാലം നരകത്തിലാണ് നബിയേ. തൽഫഹു വുജൂഹഹുമുൻ നാറു വഹും ഫീഹാ കാലിഹൂൻ. തീ ഇങ്ങനെ വന്നവരെ മുഖത്ത് തട്ടിയിട്ട്, തീയിന്റെ പാളലിങ്ങനെ പറ്റിയിട്ട് അവരെ മുഖത്ത് നിന്ന് ചുണ്ട് കയറിപ്പോയി, മേലോട്ടും കയറിപ്പോയി, താഴോട്ടും താണുപോയി. അവരെ വലിയ പല്ലുകൾ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് അവര് നരകത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദിബൂൻ. അവിടെ നരകത്തിൽ വെച്ച് അവരോടൊരു ചോദ്യമുണ്ട്. എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ധാരാളം ഓതി കേൾപ്പിച്ചു തന്ന് ഒരുപാട് പണ്ഡിതന്മാർ പ്രസംഗിച്ചിട്ടില്ലേ, ഒരുപാട് പറഞ്ഞു തന്നിട്ടില്ലേ. ഫകുൻതും ബിഹാ തുകദിബൂൻ. നീ എന്നിട്ട് കള്ളുകൂടി നിർത്താൻ പോയില്ല അല്ലേ, വഞ്ചന നിർത്തിയില്ല അല്ലേ, കളവ് നിർത്തിയില്ല അല്ലേ, കള്ളുകൂടി നിർത്തിയില്ല അല്ലേ, വ്യഭിചാരം നിർത്തിയില്ല അല്ലേ, അദബും ഗുരുത്വവും കാണിച്ചില്ല അല്ലേ, നിസ്കാരം നിർവഹിച്ചില്ല അല്ലേ, സക്കാത്ത് കൊടുത്തില്ല അല്ലേ, നീ വാക്ക് പാലിച്ചില്ല അല്ലേ, നീ മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല അല്ലേ, നീ അയൽവാസികളുമായി പിണങ്ങി ജീവിച്ചു അല്ലേ, നീ കുടുംബബന്ധം മുറിച്ചു അല്ലേ, നീ ഭാര്യനെ ആക്രമിച്ചു അല്ലേ, നീ ഭർത്താവിനെ വഞ്ചിച്ചു അല്ലേ, നീ അതാ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞു അല്ലേ, നീ ഗീബത്തും നമീമത്തുമായി നടന്നു അല്ലേ, ഓരോന്നോരോന്നായി ചെയ്ത തെറ്റുകളില്ലേ, നീ വിശ്വസിക്കുന്നതിന് പകരം അവിശ്വസിച്ചു അല്ലേ. അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് ചോദ്യമാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളാ ആയത്തുകളൊക്കെ കളവാക്കിയല്ലേ. ഖാലൂ, അപ്പൊ നരകത്തിൽ അവരെ മറുപടി, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. ഞങ്ങൾ പരാജയം, ഞങ്ങളെ വിജയിച്ചു, ഞങ്ങളെ പരാജയം, ഞങ്ങളെ ലക്ഷണക്കേട് അത് വിജയം കൈവരിച്ചു, ഞങ്ങൾക്കതാ നല്ലത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചില്ല. വകുന്നാ ഖൗമൻ ളാല്ലീൻ. ഞങ്ങൾ പിഴച്ചുപോയ ജനങ്ങളായി പോയി. സുബ്ഹാനല്ലാഹ്. ഇന്ന് വരെ ജീവിച്ച മുസ്ലിമീങ്ങളും ഇമാമീങ്ങളും ഒക്കെ സുബ്ഹാനല്ലാഹ് ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്നവരില്ലേ, അവരെ കാഫിറാക്കുന്നവരില്ലേ, 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും പിഴച്ചുപോയി എന്ന് പറയുന്നവരില്ലേ, ഔലിയാക്കളെ കാഫിറാക്കുന്നവരില്ലേ, അമ്പിയാക്കൾ നമ്മളെ പോലത്തെ മനുഷ്യരാണെന്ന് പറയുന്നവരില്ലേ, അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വാദിച്ച് വിശ്വാസം തകർക്കുന്നവരില്ലേ, തെറ്റായ പലതിലേക്കും നീങ്ങുന്നവരില്ലേ, അവർക്കൊക്കെയും പറയാനുള്ളത് എന്താണ്? ഞങ്ങൾ പിഴച്ച ജനങ്ങളിൽ പെട്ടുപോയി റബ്ബേ. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് ഒഴിവാക്കി പുറത്തു കൊണ്ടുവാ അല്ലാഹ്. ഫൈനുദനാ ഫൈനാ ളാലിമൂൻ. ഇനി ഞങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെ അല്ലാഹ്. ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുക അല്ലാഹ്. ഖാല ഫീഹാ വലാ തുകല്ലിമൂൻ. നരകം കാക്കുന്ന
വന്ന മാലിക് അലൈഹിസ്സലാം മുഖേന അവർക്ക് റബ്ബിന്റെ മറുപടി അവിടെ തന്നെ കിടന്നു. അവിടെ ഒന്ന് കുരച്ച് കിടന്നു. മിണ്ടിപ്പോകണ്ട. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എന്റെ അടിമകളെ കൂട്ടത്തിൽ ഒരു വിഭാഗം യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ അൻത ഖൈറുർ റാഹിമീൻ. അവര് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിരുന്നില്ലേ, റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ വല്ലാതെ റഹ്മത്ത് ചെയ്യുന്ന റബ്ബല്ലേ, ഖൈറുർ റഹീമീൻ അല്ലേ എന്ന് പറഞ്ഞ് അവര് ദുആ നടത്തുമ്പോ, അവര് റബ്ബിനോട് താണുകേണ് പ്രാർത്ഥിക്കുമ്പോ ഫത്തഖസ്തുബൂഹും സുഖരിയൽ ഹത്താ അൻസൗകും ദിക്രി, നിങ്ങൾക്ക് അവരൊക്കെ ഒരു പരിഹാസമായിരുന്നില്ലേ, നിങ്ങൾ അവരുടെ ആ പരിപാടിയൊക്കെ പരിഹസിച്ച് നടന്നവരല്ലേ, നിങ്ങൾ അതിനൊരു വിലയും കൽപ്പിക്കാത്തവരല്ലേ, നിങ്ങൾ അതൊക്കെ ഒരു തമാശയും പരിഹാസവുമായി കണ്ടവരല്ലേ, ഹത്താ അൻസൗകും ദിക്രി, നിങ്ങളെ തോന്നിവാസ ജീവിതങ്ങളും തോന്നിവാസങ്ങളും എന്നെ സ്മരിക്കുന്നത് നിങ്ങൾക്ക് മറപ്പിച്ചു കളഞ്ഞു. വകുന്തും മിൻഹും തദ്ഹകൂൻ, ആ ഭക്തിയുള്ള ജനങ്ങൾ അത്തരം കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കലല്ലേ, പരിഹസിക്കലല്ലേ, അതിനെന്ത് അള്ളു വെക്കാനുണ്ടെന്ന് ചിന്തിക്കലല്ലേ, അതിനെന്ത് പാര വെക്കാനുണ്ടെന്ന് ആലോചിക്കലല്ലേ. ഇന്നീ ജസൈതുഹുൽ യൗമ ബിമാ സബറു, അപ്പോൾ എന്ത് ചീത്ത കേട്ടാലും ആര് പരിഹസിച്ചാലും ആരെന്ത് ചെയ്താലും ആ സമയത്തൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവര് പ്രവർത്തിച്ചതിനാൽ അവർക്ക് നമ്മൾ പ്രതിഫലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നഹും ഹുമുൽ ഫായിസൂൻ, ആ ദീനുമായി ബന്ധപ്പെട്ട് ഭക്തിയോടെ ജീവിച്ചവർ അവര് വിജയം കൈവരിച്ചവർ തന്നെ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നരകത്തിൽ അതാ ഓരിയിടുന്ന ജനങ്ങൾക്കുള്ള മറുപടിയാണെന്ന് സൂറത്തുൽ മുഅ്മിനൂനയുടെ അവസാന ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവിടെ വെച്ച് നരകത്തിലുള്ളവരോടൊരു ചോദ്യമാണ്, ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, നിങ്ങൾ ഭൂമിയിൽ എത്ര കൊല്ലം ജീവിച്ചിരുന്നടോ? അപ്പോഴാണ് ഖാലു, അവരെ മറുപടി ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ, ഒരു ദിവസമോ ഒരല്പസമയമോ ജീവിച്ചതുപോലെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ മറുപടി ഖാല ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ ലൗ അന്നകും കുന്തും തഅലമൂൻ, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച സമയം അത് വളരെ കുറച്ചാണ് കേട്ടോ. അതായത് ഇനി നിങ്ങൾക്ക് നരകത്തിൽ കഴിയാനുള്ള കാലമില്ലേ, അതൊരു കോടിക്കൊല്ലമല്ല, 100 കോടിക്കൊല്ലമല്ല, കോടിക്കൊല്ലമല്ല, എത്ര കോടി 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 കഴിഞ്ഞാലും നരകത്തിൽ ഈമാനില്ലാതെ പെട്ടുപോയത് നരകത്തിൽ തന്നെ, സ്വർഗത്തിലെത്തിയവൻ സ്വർഗത്തിൽ തന്നെ. അതിനെത്ര കൊല്ലമെന്ന് പറയാൻ വകുപ്പില്ല. അതുകൊണ്ട് ഇനിയങ്ങോട്ട് നിങ്ങൾക്കുള്ള കാലം കൊണ്ട് നോക്കിയാൽ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച കാലം അത് വളരെ ചെറിയ സമയം തന്നെ. ഇതും പറഞ്ഞിട്ട് അള്ള പറയുന്നൊരു വാചകമുണ്ട് ചെറുപ്പക്കാരെ, സൂറത്തുൽ മുഅ്മിനൂനയിൽ അള്ള പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിച്ചു പോയോ നിങ്ങളെ നമ്മൾ വെറുതെ പടച്ച് ദുനിയാവിൽ അങ്ങ് വിട്ടതാണെന്ന് വിചാരിച്ചു? എന്റെ ഭക്ഷണവും വെള്ളവും കഴിച്ച് എന്റെ ഓക്സിജനും ശ്വസിച്ച് ഞാൻ തന്ന ആരോഗ്യത്തോടെ ശരീരത്തോടെ നിങ്ങൾ ഇവിടെ ജീവിക്കും വെറുതെ പടച്ചങ്ങ് വിട്ടതാണെന്ന് വിചാരിച്ചു? വാന്നക്കും തുർജഊൻ, നിങ്ങളെ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ? ആ വിചാരം നിങ്ങളെ പരാജയപ്പെടുത്തി. ഓ സഹോദരന്മാരെ, ഈ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് ചെയ്തു പോയ തെറ്റുകൾക്ക് കരഞ്ഞു തൗബ ചെയ്യണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, ഇനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിക്കണം, ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം, സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയതിന് മാപ്പ് പറയണം. ആരോട് മാപ്പ് പറയണം? എല്ലാം തന്ന രാജാവിനോട് മാപ്പ് പറയണം. റബ്ബിന്റെ ദിക്ർ ചൊല്ലണം,
അവന്റെ ഹബീബായ നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അവന്റെ പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതുമെന്ന് തീരുമാനിക്കണം. നമ്മൾ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. ജീവിതത്തിൽ ഇന്നുവരെ വന്നുപോയ ദുസ്വഭാവങ്ങൾ അതൊന്ന് വലിച്ചെറിയണം. എപ്പോഴാണ് മരണമെന്നറിയില്ല. ഞാനിവിടെ വന്നപ്പോ എത്ര ആളുകളാണ് ദുആ ചെയ്യാൻ വേണ്ടി, ചെറുപ്പക്കാര് മരിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവർ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, അതാ കുറഞ്ഞ കാലം മുമ്പ് അപകടത്തിൽ മരിച്ചുപോയ ഹാരിസിന് വേണ്ടി ദുആ ചെയ്യാൻ അതാ പറയുന്നു. അതേ, നമ്മുടെ ചെറുപ്പക്കാരെത്ര അപകടത്തിൽ മരിച്ചു. ഈ ഒരാഴ്ചയിൽ തന്നെ മരിച്ചുപോയ അതേ തെരുവമ്പറമ്പിലുള്ള ചെറുപ്പക്കാരൻ, പെട്ടെന്ന് മരിച്ച ചെറുപ്പക്കാരൻ, അങ്ങനെ എത്ര ആളുകൾ ഈ ചുരുങ്ങിയ ദിവസത്തിനിടയിൽ തന്നെ മരിച്ചു. ഓ സഹോദരന്മാരെ, നമ്മുടെ പാലേരി മമ്മുഹാജി മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ മിനിഞ്ഞാന്ന് പെട്ടെന്ന് മരിച്ചു. അവരുടെ മകൻ ബഷീർ ഹാജി 3000 ഉറുപ്പിക കൊടുത്ത് ചുമ്മാക്ക് ദുആ ചെയ്യണം, ബാപ്പക്ക് ദുആ ചെയ്യണമെന്ന് അറിയിച്ചു. റബ്ബി അവരുടെ ഒക്കെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. എന്റെ ബാപ്പ മരണപ്പെട്ടു, എന്റെ ബാപ്പയുടെ ചേട്ടനും അനുജന്മാര് 2 പേരും മരണപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹുവേ, എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആയത്തുകൾ ഓതുന്ന സമയത്ത് തഫ്സീർ ഓദിക്കുന്ന ഉസ്താദ് വഫാത്തായി ഖബറിൽ കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളിൽ ഫത്ഹുൽ ഓതിയ കുഞ്ഞം വരുന്ന ചെറുപ്പക്കാരൻ ഖബറിൽ കിടക്കുന്നു. ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അപകടത്തിൽ മരിച്ചുപോയ അബ്ദുൽ ഹക്കീം ഖബറിൽ കിടക്കുന്നു.